ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ ആണ്. അപ്പോൾ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. അപ്പോൾ ഈ മീൻ ഡീവിയേഷൻ കാണുന്നതിന് മുന്നേ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ സീരീസിൽ അതുപോലെ തന്നെ ഡിസ്ക്രീറ്റിൽ കണ്ടിന്യൂസ് സീരീസിൽ പിന്നെ നമ്മൾ മീന് അതുപോലെ തന്നെ മീഡിയൻ കാണേണ്ട ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പം മീൻ ഡീവിയേഷൻ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. ഓക്കെ, മീനിൽ നിന്ന് നമ്മുടെ എക്സ് വാല്യൂസ് അല്ലെ തന്നിട്ടുള്ള വാല്യൂസ് എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അങ്ങനെയുള്ള നോക്കാം. അല്ലെങ്കിൽ മീഡിയനിൽ നിന്നും. അപ്പൊ രണ്ട് രീതിയിൽ കാണാം, മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആൻഡ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. മീൻ വാല്യൂവിൽ നിന്ന് അല്ലെ മീനിൽ നിന്ന് നമ്മുടെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. സിഗ്മ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ഓൾ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പൊ നമ്മളതൊരു നമ്മളത് ഇങ്ങനെ ഇക്വേഷൻ പറയുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ മീൻ ഡീവിയേഷൻ കാണാനുള്ള വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ആണ്, നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും. 8, 24, 12, 16, 10, 20. ഓക്കെ, അപ്പൊ മീനിൽ നിന്ന് നിങ്ങളുടെ കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 8, 24, 12, 16, 10, 20. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതായത് ഇതാണല്ലോ എക്സ്. ഓക്കെ, അപ്പൊ എക്സ് ബാർ എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ സീരീസിൽ എന്താണ് നമ്മൾ ഈ തന്നിട്ടുള്ള എക്സ് എല്ലാം കൂട്ടുക. അപ്പൊ ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 90 കിട്ടും. ഡിവൈഡഡ് ബൈ എത്രയുണ്ട് നമ്പർ? 1, 2, 3, 4, 5, 6. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 15 എന്ന് കിട്ടും. അപ്പൊ എക്സ് ബാർ എത്ര കിട്ടി? 15. ഇനി അടുത്ത കോളം എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതായത് 8 മൈനസ് 15, 24 minus 15, 12 minus 15, 16 minus 15, that is 1, 10 minus 15, that is minus 5, 20 minus 15, 5. അപ്പൊ ഈ വാല്യൂസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് മൈനസ് സൈൻ ഉണ്ട് അല്ലെ, നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത കോളം ഉണ്ടാക്കുക, ദാറ്റ് ഈസ് മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ. അതായത് നെഗറ്റീവ് ഉള്ള വാല്യൂസ്, ഇത് സൈന് നിങ്ങളെ വിഷയമില്ല, എല്ലാം പോസിറ്റീവ് ആക്കുക. ദാറ്റ് ഈസ് മൈനസ് ഉള്ളത് പ്ലസ് ആക്കുക. ഓക്കെ, 7 ആക്കുക. 9 9 പോലെ തന്നെ, -3 3 ആവും, 1 1 തന്നെ, -5 5 ആവും, 5 5 തന്നെ. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ കാണേണ്ടത് എന്താണ്? മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ ടോട്ടൽ. ഓക്കെ, അപ്പൊ ആദ്യം എക്സ് വാല്യൂസ് എഴുതി, പിന്നെ എക്സ് ബാർ കണ്ടു, എക്സ് മൈനസ് എക്സ് ബാർ കണ്ടു, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ എക്സ് മൈനസ് എക്സ് ബാറിനെ നമ്മൾ എന്ത് ചെയ്യുക? സൈൻ ഇല്ലാണ്ട് മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ ആക്കുക. അപ്പൊ നമ്മൾ എത്ര? അതിന്റെ ടോട്ടൽ കാണാം 30. അപ്പൊ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് മൈനസ് എക്സ് ബാറിന്റെ മോഡുലസിന്റെ ടോട്ടൽ, മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ ടോട്ടൽ, മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ ടോട്ടൽ എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര വാല്യൂസ് ആണുള്ളത്? 6. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീന് ഫോർ ഇൻഡിവിജ്വൽ സീരീസ് കാണാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഒരു ഇതും കൂടി ഉണ്ട്. ദാറ്റ് ഈസ്, ഇതൊരു എക്സാമ്പിൾ ആണ്. 40, 50, 60 അപ് ടു 150 വരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഒരു എന്താണ്, നമ്മൾ മീനാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീൻ എത്രയാണ് അവിടെ വരുന്നത്? മീന് വരുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. 560 ഡിവൈഡഡ് ബൈ എൻ, ദാറ്റ് ഈസ് 7. ഓക്കെ, 560 by 7. ആദ്യം ഇതെല്ലാം കൂട്ടുക, എന്നിട്ട് എത്രയുണ്ട് എന്ന് എണ്ണി നോക്കുക. എത്രയുണ്ട്? 7 വാല്യൂസ് ആണ്. അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 80 എന്ന് കിട്ടി. അടുത്ത കോളം എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതായത് എക്സ് ബാർ ഇതാണ് എക്സ്. അപ്പൊ 40 മൈനസ് 80, 50 മൈനസ് എക്സ് ബാർ, അതായത് 80, 60 മൈനസ് 80, 70 മൈനസ് 80, അങ്ങനെ ഓരോ വാല്യൂസും നിങ്ങൾ ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ കോളത്തിൽ എന്ത് ചെയ്യുക? ഈ കിട്ടിയ വാല്യൂസിൽ ഏതെങ്കിലും നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കുക. -40 ഉള്ളത് എന്താവും? 40,
-30 30, -20 20, -10 10, 10 10, 20 70 എല്ലാം എന്ത് ചെയ്യുക അതുപോലെ തന്നെ മോഡുലസ് ആക്കിയിട്ട് എഴുതുക. അതിനുശേഷം എന്ത് വേണം, ഈ മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ ടോട്ടൽ കാണുക. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്യുക. അപ്പൊ 200 എന്ന് കിട്ടും. ഇനി വേണ്ടത് 200 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ വാല്യൂ ആണ് നിങ്ങളെ എന്ത്, ദാറ്റ് ഈസ് 200 by 7 ആണ്. 28.57 ആണ് നിങ്ങളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഇനി നിങ്ങൾക്ക് കോഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ ഇക്വേഷൻ ഇതാണ്. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, ഓക്കെ, എന്താണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഡിവൈഡഡ് ബൈ മീൻ. അപ്പൊ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്, 28.57 ഡിവൈഡഡ് ബൈ നമ്മുടെ മീൻ എത്രയാണ് കിട്ടിയത്, യെസ് 80 ആണ് കിട്ടിയത്. സിഗ്മ എക്സ് ബൈ എൻ 80 ആണ്. അപ്പൊ 28.57 ഡിവൈഡഡ് ബൈ 80, ആൻസർ 0.36 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ സീരീസിലെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീന് കാണുന്നത്. ഓക്കെ, ഇനി നമ്മളെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മാർക്സ് തന്നിട്ടുണ്ട് 40 50 60 70 90 100 150. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ മീഡിയൻ കാണാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്, ഫോർ എ ഇൻഡിവിജ്വൽ സീരീസ് ആണ് കാണുന്നത്. അപ്പൊ ആദ്യം മീഡിയൻ കാണുമ്പോൾ ഇക്വേഷൻ ഓർത്ത് വെക്കുക. സൈസ് ഓഫ് n plus 1/2th ഐറ്റം. അപ്പൊ എത്ര വാല്യൂസ് ഉണ്ട്, അതാണ് ഇവിടെ n. അപ്പൊ എത്ര എണ്ണം ഉണ്ട്, 8 വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ 1 2 3 4 5 6 7 വാല്യൂസ് ഉണ്ട്. ഇപ്പൊ 7 plus 1/2th, ദാറ്റ് ഈസ് 7 plus 1 എന്ന് പറയുന്നത് 8, 8/2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ നാലാമതുള്ള ഐറ്റം നിങ്ങൾക്ക് ഇപ്പൊ ഇത് അസെൻഡിങ് ഓർഡറിൽ ആണ് തന്നത്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് മാറ്റേണ്ടതില്ല. ഇനിയിപ്പോ സപ്പോസ് ഇപ്പോൾ ഇത് ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നിങ്ങളത് അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അത് ഓർത്ത് വെക്കണേ. അതുപോലെ തന്നെ ഫോർത്ത് ഐറ്റം എഴുതുക. എത്രയാണ്, 70 ആണ്. ഓക്കെ, അപ്പൊ മീഡിയൻ നമുക്ക് കിട്ടി 70. ഇനി നമ്മൾ ഈ ഓരോ എക്സ് വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മീഡിയൻ മൈനസ് ചെയ്യുക. അതായത് 40 മൈനസ് 70, അടുത്തത് എന്ത് വരും 50 മൈനസ് 70, അടുത്ത 60 മൈനസ് 70, 70 മൈനസ് 70, 90 മൈനസ് 70, 100 മൈനസ് 70, 150 മൈനസ് 70. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ രണ്ടാമത്തെ കോളായ എക്സ് മൈനസ് മീഡിയൻ കിട്ടി. അടുത്തതില് ഈ നെഗറ്റീവ് വാല്യൂസ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ. എന്താണ് മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ? ഒന്നുമില്ല, നേരത്തെ മീനിന് പകരം ഇവിടെ മീഡിയൻ എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, അപ്പം ഈ മൈനസ് ഉള്ളതെല്ലാം എന്താവും, പോസിറ്റീവ് ആവും അല്ലെ. -30 30 ആവും, -20 20 ആവും, -10 10 ആവും. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ. മോഡുലസ് എക്സ് മൈനസ് മീഡിയന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പൊ മോഡുലസ് എക്സ് മൈനസ് മീഡിയന്റെ ടോട്ടൽ എത്ര വരും, ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് 190 വരും അല്ലെ. അപ്പൊ 190 ആണ് മോഡുലസ് എക്സ് മൈനസ് മീഡിയന്റെ ടോട്ടൽ. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിന്റെ ഇക്വേഷൻ ഇതാണ്. സിഗ്മ മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ n. ഓക്കെ, അതായത് ഇതുപോലെ വരും. ദാറ്റ് ഈസ് സിഗ്മ മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ ബൈ n. ഓക്കെ, അപ്പം ഇവിടെ മീഡിയൻ ഡിവൈഡഡ് ബൈ n എന്ന് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നമ്മൾ കാണുവാണ് ഇൻഡിവിജ്വൽ സീരീസിൽ. സിഗ്മ എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പൊ 190 ഡിവൈഡ് ബൈ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 190 എന്ന് പറഞ്ഞാൽ എന്താണ്,
ഈ പറയുന്ന മോഡുലസ് എക്സ് മൈനസ് എമ്മിന്റെ ടോട്ടൽ ആണ് 190. 7 എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര വാല്യൂസ് ആണുള്ളത്, 7 വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 27.14 എന്ന് കിട്ടും. ഇനി നമ്മൾ കോഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ സിഗ്മ മോഡുലസ് എക്സ് മൈനസ് എം ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ മീഡിയൻ. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഡിവൈഡഡ് ബൈ മീഡിയൻ. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡിവൈഡഡ് ബൈ മീൻ ആയിരുന്നു കോഫിഷ്യന്റ് ഓഫ് എം ഡി അബൌട്ട് മീന്. അപ്പൊ അതേപോലെ തന്നെ നേരെ നമ്മൾ മീഡിയനും അതേ പ്രോസസ്സ് തന്നെയാണ്. അപ്പം നമ്മുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നമുക്ക് കിട്ടിയ എത്രയാണ്, 27.14 ഡിവൈഡഡ് ബൈ മീഡിയൻ വാല്യൂ 70 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എത്ര കിട്ടും വാല്യൂ, 0.388. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ എന്ത് കാണുന്നത്, മീൻ ഡീവിയേഷൻ കാണുന്നത്. ഓക്കെ.